മോളൂസേ, നിന്നിൽ എനിക്കൊരു കുട്ടി ഉണ്ടാകണം. നാടൻ നായ്ക്കൾക്ക് വരെ കന്നിമാസത്തിലാണ് കുഴപ്പമുണ്ടാവുക. ഈ പഹനക്കൊക്കെ എല്ലാ മാസവും കുഴപ്പ. ഒരു കോൺഗ്രസ്സുകാരി ചേച്ചി യൂട്യൂബിൽ വന്നു, വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു, എന്ത് അതിൽ അണ്ടി ഇങ്ങോട്ടെടുത്ത് ഈ അണ്ടിക്ക് വലിപ്പം കുറവാണ്. ചേച്ചിക്ക് അപ്പൊ പ്രശ്നം അതാണ്. 50 ഉറുപ്പ്യന്റെ വെറ്റിലാടുക്കക്ക് അമ്മ മകനോട് പറയുമ്പോ അമ്മയുടെ മേലേക്ക് ചാടിയിരുന്ന മകൻ ഓണത്തിന് കട്ടട്ടിട്ട് ആഫടിക്കാൻ അമ്മയെ ഒരു 250 ഉറുപ്പ്യ തരുമെന്ന് ചോദിച്ചിട്ട് അമ്മന്റെ പിന്നാലെ അടുക്കുക. നരേന്ദ്രമോദിയെ നേരിടാൻ മുസ്ലിം ലീഗിൽ ഏറ്റവും സമർത്ഥൻ ഞാനാണ്. കാരണം എനിക്ക് വെടിവെപ്പിൽ മുൻപരിചയമുണ്ട്. വളരെ നല്ല നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഞാൻ ഈ വേദിയെ കാണുന്നത്. കാരണം കൊപ്പം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിരവധിയായ ചെറുപ്പക്കാരാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പൊ യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്നുള്ളതും ഈ വേദി നിറയെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതും നിലവിലെ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന കാര്യമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ 31ാമത് വാർഷിക ദിനമാണ്. നമ്മൾ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് കേവലം അവരുടെ ഓർമ്മ പുതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം നടക്കുന്ന സമയത്ത് ഞാൻ ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായിട്ടും ആ കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സ് നിറയെ ഇപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിൽ വിപ്ലവത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ആവേശത്തിൻ്റെയും എല്ലാം ഒരു സമ്മിശ്രമായ രൂപമാണ് വരിക. എന്തായിരുന്നു കൂത്തുപറമ്പ് ദിനം അല്ലെങ്കിൽ കൂത്തുപറമ്പിൽ സംഭവിച്ചത് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വാശ്രയ കോളേജുകളിൽ അതിന്റെ വളരെ വിശദമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളതൊക്കെ മറന്നോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ വിളിച്ച മുദ്രാവാക്യം, അന്നത്തെ ഡിവൈഎഫ്ഐക്കാർ വിളിച്ച മുദ്രാവാക്യം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്നവരുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ 5 ധീരന്മാരെ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. 30 വർഷക്കാലം കിടക്കയിൽ തന്നെ കടന്നിരുന്ന സഖാവ് പുഷ്പൻ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. ആ സഖാക്കളുടെ ജീവത്യാഗം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ആ സഖാക്കളുടെ ജീവത്യാഗം കൊണ്ട് നാം നേടിയത് സ്വാശ്രയ കോളേജുകളിലാകെ 50% പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് സർക്കാർ ചെലവിൽ പഠിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ സർക്കാരിന്റെ അതേ ഫീസിൽ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് 100% സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കയ്യിലായിരുന്നു. മറ്റൊന്ന് പരിയാരം മെഡിക്കൽ കോളേജ്. ആ സമരത്തിന് ആധാരമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം പരിയാരം മെഡിക്കൽ കോളേജ് ആയിരുന്നു. ആ പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയ മേഖലയിൽ സഹകരണ മേഖലയിലാണ് ആരംഭിച്ചതെങ്കിലും അത് സ്വാശ്രയ മെഡിക്കൽ കോളേജായി നിലനിർത്താനും അവിടെ 100% സീറ്റും പണക്കാരന്റെ മക്കൾക്ക് നൽകാനും കരുണാകരന്റെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ അതുകൂടി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ആ 5 ധീരന്മാർ അന്ന് പിടഞ്ഞു വീണ് മരിച്ചെങ്കിൽ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ എന്ത് ചെയ്തു എന്ന്, പിണറായിയുടെ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന്റെ ഉത്തരം എന്താണോ ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടത്, പരിയാരം മെഡിക്കൽ കോളേജിനെ സർക്കാർ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അംഗീകരിച്ചുകൊണ്ട് ആ സ്വാശ്രയ മെഡിക്കൽ കോളേജിനെ ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കി എന്നുള്ളത് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിന്റെ വിജയം തന്നെയാണ്. ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജാണ്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഡിവൈഎഫ്ഐയുടെ ധീരന്മാർ 5 ധീര സഖാക്കൾ മരിച്ചു വീണു. ആ മരിച്ചു വീണവരുടെ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് മധു ഉണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോണില്ല. ആ സഖാക്കൾ മരിച്ചു വീണിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ അവരെ ഓർത്തു ഒരിക്കൽ പോലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, തല ഉയർത്തി നിന്നുകൊണ്ട് റോഷന്റെ പിതാവ് വാസുവേട്ടൻ പല സമയത്തും പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ അഭിമാനിക്കുകയാണ്. ആർക്കാ പറയാൻ സാധിക്കുക? ഒരച്ഛൻ ഒരു മകനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ അഭിമാനിക്കുകയാണ്. എന്താ അഭിമാനിക്കാൻ കാരണം? എന്റെ മകൻ കൂത്തുപറമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചത് ഓടിപ്പോകുമ്പോ പിറകിൽ വെടിയേറ്റല്ല,
പോലീസുകാരന്റെ വെടി തലയിലേക്ക് തുളച്ചു കയറുമ്പോഴും മുന്നിലേക്ക് തന്നെ നെഞ്ചു വിരിച്ചു നിന്നിട്ടാണ് എന്റെ മകൻ പിടഞ്ഞു വീണ് മരിച്ചത്. ആ മകനെ ഓർത്ത് ഞാൻ ഇന്നും അഭിമാനിക്കുന്നു എന്ന് വാസുവേട്ടൻ എല്ലാ പരിപാടികളിലും പറയുമായിരുന്നു. ആ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്ന ഈ സമയം, ഞാൻ അതിന്റെ മറ്റു ചരിത്രത്തിലേക്കൊന്നും പോണില്ല. നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐയെ പോലുള്ള ഒരു യുവജന പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയത്തിൽ എല്ലാം ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലക്ക് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം സ്വാഭാവികമായ ചോദ്യമാണ്. അത് ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. ആ ഉത്തരം കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായിയുടെ LDF സർക്കാരിന് കൂടുതൽ പിന്തുണ നൽകാൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം. വേറെ യാതൊരു സംശയമില്ല. മൂന്നാമതും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ കാത്തിരിക്കുകയാണ് കേരളം. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനത്തിനാണ് കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി കേരളം സാക്ഷ്യം വഹിച്ചത്. നടക്കൂല എന്ന് വിചാരിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് എന്റെ നാട് തിരൂരിൽ നിന്ന് എടരിക്കോട്ടേക്ക് യാത്രയായി. എടരിക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 10-12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. 36 മിനിറ്റാണ് ഞാൻ എടരിക്കോട്ടേക്ക് എത്താൻ വേണ്ടി ചെലവഴിച്ചത്. എന്നാൽ അതിനു മുമ്പ് ഞാൻ കോഴിക്കോട്ടേക്ക് എത്താൻ 2 മണിക്കൂർ കോഴിക്കോട്ടേക്ക് പോകാൻ വേണമായിരുന്നു. പക്ഷെ എടരിക്കോട് ഞാൻ കോഴിക്കോട്ടേക്ക് എത്തിയത് 26 മിനിറ്റ് കൊണ്ടാണ്. കോഴിക്കോട്ടേക്ക് എങ്ങനെയാ 26 മിനിറ്റ് കൊണ്ട് എത്തിയത്? ആ 26 മിനിറ്റ് കൊണ്ട് എത്തിയത് നടക്കില്ല എന്ന് നമ്മളെല്ലാം കരുതിയിരുന്ന ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത് കൊണ്ടാണ്. ആരും കരുതിയതല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് നടക്കൂല എന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേയുടെ ഓഫീസ് അടക്കം പൂട്ടിപ്പോയതാണ്. പക്ഷെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വന്നു. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്ത് നമ്മുടെ ഉള്ളിസുര, BJPയുടെ നേതാവ് ഉള്ളിസുര കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ എന്നാണ് മാർക്സിസ്റ്റുകാർ വിളിക്കുന്നത്. മാർക്സിസ്റ്റുകാർ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത് ഞാനും വിളിക്കാം. ഞങ്ങൾ പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കാൻ തയ്യാറാണ്. 2 കാര്യങ്ങൾ ചെയ്ത് കാണിച്ചാൽ മതി. അതിലൊന്ന് ദേശീയപാത വികസനമാണ്, മറ്റൊന്ന് ഗെയിൽ പൈപ്പ് ലൈനാണ്. ഇത് രണ്ടും നടപ്പായി കഴിഞ്ഞാൽ ഞങ്ങളും വിളിക്കാം പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ. പിണറായി വിജയൻ RSSകാരനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കണ്ട. പക്ഷേ കേരളത്തിൽ 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ വരുമ്പോ RSSകാരും BJPക്കാരും വെല്ലുവിളിച്ച ദേശീയപാത എന്ന് വികസനം എന്ന് പറയുന്നത് ഇപ്പൊ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എങ്ങനെ യാഥാർത്ഥ്യമായത്? നേരത്തെ ദേശീയപാത വേണ്ടി ഭൂമി എടുക്കാൻ വേണ്ടി പോയാൽ ഉദ്യോഗസ്ഥർക്ക് മര്യാദക്ക് പോകാൻ കഴിയില്ല. വീട്ടമ്മമാര് ചൂലെടുത്തിട്ട് ഓടിക്കും. ഭൂമി അക്വയർ ചെയ്യാൻ ആരും സമ്മതിക്കൂല. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയങ്ങള്? കുറച്ച് ദിവസം മുമ്പ് കുറ്റിപ്പുറത്ത് ഞാൻ ഒരു മരിച്ച വീട്ടിൽ പോയി. ദേശീയപാതയുടെ വക്കത്താണ്. മയ്യത്ത് കബറെടുക്കാൻ കൊണ്ടുപോയെന്നുള്ളത് കൊണ്ട് വീട്ടിലുള്ള ആളെ ഞാനും എന്റെ സുഹൃത്തൊരു ഗോപി വക്കീലും കൂടി കാത്തിരിക്കുകയാണ്. എല്ലാ കടകളും പൊളിച്ചു പോയിട്ടുണ്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാനിങ്ങനെ കാത്തിക്കുകയാണ്. ഞങ്ങൾ 2 കൂടി ഇങ്ങനെ കാത്തിക്കുമ്പോ ഞങ്ങൾക്ക് 2 ആ ആള് വരുന്നത് വരെ നല്ല വെയിലായത് കൊണ്ട് ഒരു വെള്ളം കുടിക്കണം തോന്നി. കാർ എടുത്തിട്ട് 1/4 കിലോമീറ്റർ വടക്കോട്ട് പോയപ്പോ ഒരു ചെറിയ കടയുണ്ട്. ആ കടയിലാണെങ്കിൽ മരണത്തിരക്ക്, വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മരണത്തിരക്കാണ്. ചായ ഒരുപാട് ആളുകൾ കുടിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കുന്നുണ്ട്, എല്ലാവരും കുടിക്കുന്നുണ്ട്. അപ്പോ ഞാനൊരു ചായയും ഗോപി വക്കീൽ ഒരു എന്താ പറയാ ജ്യൂസും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുടിക്കുന്നതിനിടയിൽ ഈ തിരക്കൊക്കെ കണ്ടപ്പോ ഈ കടക്കാരനോട് ഗോപി വക്കീൽ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ എന്ന്. നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സ്ഥലം പോവാത്തത് കൊണ്ട്, അക്വയർ ചെയ്ത് പോവാത്തതുകൊണ്ട് നിങ്ങൾ കഴിച്ചിലായില്ലേ എന്നാ ചോദിച്ചത്. ആ കഴിച്ചിലായില്ലേ എന്ന് ചോദിച്ചപ്പോ അയാൾ ഞങ്ങളെ തല്ലിയിട്ടില്ല എന്നുള്ള ഒരു ചാട്ടണ്ട് ചാടിയിട്ട് ഒരൊറ്റ അക്കത്തിന് ലോട്ടറി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ സാധു. കാരണം അയാളുടെ തൊട്ടടുത്തുള്ള ഭൂമിക്കാർ മുഴുവൻ ഭൂമി പോയപ്പോ കോടിക്കണക്കിന് ഉറുപ്പ്യ കിട്ടി. ഇത് പോവാത്തതിനുള്ള സങ്കടത്തിലാണ് അയാൾ ഇരിക്കുന്നത്. അയാളോടാണ് ഞങ്ങൾ പോയിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ എന്ന്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു വക്കീല്, എന്താ പറയാ, പൂക്കിപ്പറമ്പ് ദേശീയപാത പോകുന്ന, മലപ്പുറം ജില്ലയിലെ ദേശീയപാത പോകുന്ന സ്ഥലത്ത് പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂപ്പര വീട്. 10 സെന്റ് സ്ഥലവും ഒരു വീടുണ്ടായിരുന്നു. ആ 10 സെന്റ് സ്ഥലവും വീടുള്ള എന്റെ സുഹൃത്തിനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഭാര്യന്റെ 2 കുട്ടികളും കൂടി ബുർജ് ഖലീഫന്റെ താഴത്ത് നിൽക്കുകയാണ്.
2 ദിവസം കഴിഞ്ഞപ്പോ ബുർജ് ഖലീഫ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈജിപ്തിന്റെ പിരമിഡിന്റെ താഴത്ത് നിൽക്കണം. ഏത്? മൂപ്പരും ഭാര്യയും 2 മക്കളും കൂടി ഇങ്ങനെ നിൽക്കാണ്. ഇങ്ങനെ കുറെ രാജ്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തടോ എനിക്ക് എവിടുന്ന ഇത്ര തോന്നെ പൈസ കിട്ടിയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, സഖാവ് നിങ്ങൾ ആരോടും പറയരുത്, എനിക്കൊരു ലോട്ടറി അടിച്ചു. അതെന്താ ലോട്ടറി? എന്റെ വീടും ഈ 10 സെന്റ് സ്ഥലവും വീടും ദേശീയപാതക്ക് വേണ്ടി സർക്കാർ അക്വയർ ചെയ്തു. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം കിട്ടൂല. പഴയ വിലയാണെങ്കിൽ 30 ലക്ഷം കിട്ടാത്ത ഒരു പഴയ വീടും ഈ 10 സെന്റ് സ്ഥലവും കൂടി സർക്കാർ എടുത്തത് 98 ലക്ഷം റുപ്യക്കാണ്. എത്ര? 1 കോടിക്ക് 2 ലക്ഷം റുപ്യ കുറവ്. 98 ലക്ഷം റുപ്യ കൊടുത്ത്. അപ്പോഴോ ഇയാൾ എന്ത് ചെയ്യുന്നു? 56 ലക്ഷത്തിന് നല്ലൊരു 25 സെന്റ് സ്ഥലവും നല്ല റോഡ് സൈഡിൽ റോഡൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് 25 സെന്റ് ഭൂമിയും ഒരു നല്ല വീടും 56 ലക്ഷത്തിന് വാങ്ങി. ബാക്കി കുറെ പൈസ ഉണ്ട്. എന്നോട് പറഞ്ഞു, സഖാവ് വെറുതെ കിട്ടിയ പൈസ അല്ലേ, സർക്കാർ തന്ന പൈസ അല്ലേ, ഞാൻ എന്റെ ഭാര്യനും കുട്ടികളും നാടൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. 2020 ഇപ്പോ ഞാൻ തിരൂരിൽ നിന്ന് വല്ല പരിപാടിക്കും എവിടെ പോകണമെങ്കിൽ, തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, വല്ല കമ്മിറ്റിക്കും തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ ഇന്ന് രാത്രി ട്രെയിനിൽ കയറണം. നാളെ രാവിലെ അവിടെ എത്തും. നാളെ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നാളെ രാത്രി അവിടുന്ന് ട്രെയിനിൽ കയറണം. പിറ്റത്തെ ദിവസം രാവിലെ അവിടെ എത്തും. 2 ദിവസം രാത്രി പെണ്ണുങ്ങൾക്ക് എന്താ പറയാ, ദേഷ്യമാണ്. കാരണം വീട്ടിൽ നിന്ന് മാറിക്കല്ലേ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. 2026 ജനുവരിയോടുകൂടി രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് കാറെടുത്ത് പോയാൽ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. മനസ്സിലായില്ല നിങ്ങള്? എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 4 മണി വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 4 മണിക്ക് തിരുവനന്തപുരത്ത് നിങ്ങോട്ട് പുറപ്പെട്ടാൽ രാത്രി 9 മണിക്ക് തിരൂര് പെരയിലെത്തും. മനസ്സിലായില്ല നിങ്ങള്? ദേശീയപാത വികസനം യാഥാർത്ഥ്യായില്ലേ? ദേശീയപാത വികസനം മാത്രമാണ് യാഥാർത്ഥ്യമായതല്ല. ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എല്ലാ വർഗീയവാദികളും കൂടി ഈ കേരളത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കില്ല എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പൊട്ടിത്തെറിക്കും, 500 മീറ്ററിന്റെ ഉള്ളിൽ വീട് വെക്കാൻ പറ്റൂല, കൃഷി പറ്റൂല, എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും. എന്തൊക്കെ ഇവര് ചെയ്തു കൂട്ടിയത്? SDPI-കാരൻ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, മുസ്ലിം ലീഗുകാരൻ, RSS-കാരൻ, കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി ഇറങ്ങി. വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ പോലും നിസ്കരിക്കാൻ പോവാത്തവരൊക്കെ മുക്കമങ്ങാടിയിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചു. അല്ലാഹു അക്ബർ. നടപ്പാക്കൂല എന്ന് പറഞ്ഞില്ലേ? മുക്ക അങ്ങാടിയിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചു. ഈ NDF-ന്റെ മുസ്ലിം ലീഗിന്റെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യമൊക്കെ ഞാൻ കുറച്ച് അവസാനം പറയാം. വല്ലാണ്ട് ദീർഘിപ്പിച്ച് പ്രസംഗിക്കൂലെങ്കിലും അവസാനം പറയാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ഇവരുടെ എല്ലാവരുടെയും എതിർപ്പിനെ വകവെക്കാതെ കേരളത്തിന്റെ മണ്ണിൽ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കി. വീടുകളില് ഇപ്പോ അരീക്കോട്, മുക്കത്ത്, കോഴിക്കോട്, ചില പട്ടണത്തിന്റെ പ്രദേശങ്ങളിൽ, ബാക്കി സ്ഥലത്തൊക്കെ എത്താൻ പോണുള്ളൂ. നമുക്ക് പാചകവാതകം വാട്ടർ ടാങ്കിൽ പൈപ്പ് തുറക്കണമാതിരി പാചകവാതകം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. എടുക്കണതിന്റെ വില കൊടുത്താൽ മതി. ജലമെട്രോ യാഥാർത്ഥ്യമായില്ലേ? നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഉള്ള നമ്മളെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുട്ടി, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഈ പുതിയ കുട്ടികളോട് നിങ്ങൾ പവർ കട്ട്, ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയോ എന്താണെന്ന്? DYFI-കാർക്ക് തന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം 10 കൊല്ലം മുമ്പ് നിങ്ങൾക്കൊക്കെ എത്ര വയസ്സാ? നല്ല പ്രായണ്ട. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്ന് പറഞ്ഞത് ഒരു കേരളത്തിന്റെ മണ്ണിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ പവർ കട്ട് അറിയോ, ലോഡ് ഷെഡിങ് അറിയോ? എങ്ങനെയാ? ഇടമൺ ഹൈവേ, പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി. കൊച്ചിൻ ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി. കറണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി. ഇപ്പൊ ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല. ജലമെട്രോ യാഥാർത്ഥ്യമാക്കി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി. വികസനത്തിന്റെ പെരുമഴ കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വികസനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിച്ചു അല്ലേ? ഇപ്പൊ ഏറ്റവും അവസാനങ്ങൾ നോക്ക്. പപ്പുവിനെ പറ്റി ആലോചിക്കുമ്പോ, സിനിമാ നടൻ പപ്പുവിനെ പറ്റി ആലോചിക്കുമ്പോ നമ്മളെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു സിനിമ. അതിൽ സുലൈമാനെ എന്ത് സ്പാൻഡർ അല്ലേ, ചെറിയ സ്പാൻഡർ ഇങ്ങോട്ട് എടുക്ക്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ സിനിമയിൽ പപ്പു പറയുന്നുണ്ട് എന്ത്, റോഡ് റോളറായിട്ട് പപ്പുവിന്റെ ഒരു യാത്രനെ പറ്റി വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് താമരശ്ശേരി ചുരം. ആ ചുരത്തുമ്പോ ഞാനിങ്ങനെ വണ്ടിയായിട്ട് വരുമ്പോ ഒന്ന് അങ്ങോട്ട് തെറ്റോ ഇങ്ങോട്ട് തെറ്റോ ചെയ്താൽ എന്താണ്, താഴത്ത് പോകും. അപ്പോഴാണ് ബ്രേക്ക് പോയത്.
ആ താമരശ്ശേരി ചുരം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എന്താ പറയാ, വയനാട്ടിലേക്ക് പോകുമ്പോൾ ചിലർക്ക് കാണാൻ രസത്തിന് പോകും. പക്ഷെ ഒരു യാത്രക്ക് പോകുന്ന ആളുകൾക്ക്, ഒരു ആവശ്യത്തിന് പോകുന്ന ആളുകൾക്ക്, വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ കോഴിക്കോട് ആശുപത്രിയിലേക്കോ ആളെ കൊണ്ടുവരുന്നവർക്ക്, കുട്ടികളുമായി മൈസൂരിൽ പഠിക്കാൻ പോകുന്നവർക്ക്, ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സ്ഥലമാണ് ഏത്? ഈ പറഞ്ഞ താമരശ്ശേരി ചുരം. ആ താമരശ്ശേരി ചുരത്തിന് ബദലായി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ താമരശ്ശേരി ചുരത്തിന് ബദലായി 6 വരിയിൽ 8 കിലോമീറ്റർ നീളത്തിൽ തുരങ്കപാത വരികയാണ്. ഇനി താമരശ്ശേരി ചുരം ടൂറ് പോണവർ മാത്രം കാണാൻ പോയാൽ മതി. എളുപ്പത്തിൽ പോണ്ട ആളുകൾക്ക് താമരശ്ശേരി ചുരം കയറേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ റോട്ടുമ്മ കൂടി പോണ മാതിരി തന്നെ 3 വരി അങ്ങോട്ടും 3 വരി ഇങ്ങോട്ടായിട്ട് തുരങ്കപാത വരികയാണ്. ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ വികസനത്തിന് ഒരു പുതിയ അധ്യായം കുറിച്ച ഗവൺമെന്റാണ് പിണറായിയുടെ സർക്കാർ. കെ ഫോൺ വന്നു അല്ലേ, നെറ്റ് സൗജന്യമായിട്ട്. എന്റെ വീട്ടിൽ കെ ഫോണാണ്. BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ, ബാക്കിയുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ 1 ലക്ഷത്തിലധികം കണക്ഷൻ ഇപ്പോ കെ ഫോണിന് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വികസനം നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ പാവങ്ങളെ ഈ ഗവൺമെന്റ് എത്രമാത്രം ചേർത്ത് പിടിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേമ പെൻഷൻ അല്ലേ. ഞാൻ എല്ലാം ചുരുക്കി പറയാണ്, കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്നുള്ളതുകൊണ്ടാണ്. ഈ ക്ഷേമ പെൻഷന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. 45 രൂപ 1980 സഖാവ് EK നായനാരുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് കരുണാകരനാ എന്താ പറഞ്ഞതെന്ന് അറിയങ്ങള്, ഇത് കർഷക തൊഴിലാളികൾക്ക് കള്ളുടിക്കാനാണ് ഈ 45 രൂപ കൊടുക്കണമെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ 45 രൂപ ഇടതുപക്ഷ ഗവൺമെന്റ് പോയി, UDF വന്നു, കുടിശ്ശികയാക്കി വെച്ച് പോയി. 1 രൂപ കൂട്ടിയില്ല. വീണ്ടും സഖാവ് നായനാർ അധികാരത്തിൽ വന്നു. 87 നായനാരുടെ ഗവൺമെന്റ് അത് വീണ്ടും കൂട്ടി 45 60 ആക്കി. 87 മുതൽ 91 വരെ സഖാവ് നായനാർ ഭരിച്ചു. 1 ഉറുപ്പ്യ കുടിശ്ശിക ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കരുണാകരൻ വന്നു. 91 മുതൽ 96 വരെ കരുണാകരനും അതേപോലെ തന്നെ ആന്റണിയും കൂടി കേരളം ഭരിച്ചു. 5 പൈസ കൂട്ടിയില്ല. 96 നായനാർ വീണ്ടും വന്നു. 60 ഉറുപ്പ്യ 120 ഉറുപ്പ്യാക്കി. 2001 വീണ്ടും ആന്റണി ഉമ്മൻചാണ്ടിയും കൂടി കേരളം ഭരിച്ചു. 2006 വരെ 10 പൈസ കൂട്ടിയില്ലെന്ന് മാത്രമല്ല 28 മാസത്തെ കുടിശ്ശിക വെച്ചിട്ട് അന്ന് പോയത്. 2006 സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 120 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ കുറേശ്ശെ കൂട്ടി 500 ഉറുപ്പ്യാക്കി. 2011 ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 5 കൊല്ലക്കാലം 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചു. പാവപ്പെട്ട പെൻഷൻകാർക്ക് 500 ഉറുപ്പ്യ ഉണ്ടായിരുന്ന പെൻഷൻ 600 ഉറുപ്പ്യാക്കി. ആദ്യമായി 100 ഉറുപ്പ്യ കൂട്ടിയത് നിങ്ങൾ പറഞ്ഞ പോലെ ചാണ്ടി സാർ തന്നെയാണ്. എല്ലാറ്റിനും ഉത്തരവാദി ചാണ്ടി സാറല്ലേ. ആ ചാണ്ടി സാർ 100 ഉറുപ്പ്യ കൂട്ടി. 100 ഉറുപ്പ്യ കൂട്ടി 2016 മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി സാർ ഒഴിയുമ്പോ കേരളത്തിലെ പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എത്ര ഉറുപ്പ്യ, എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന നിങ്ങള്? 18 മാസക്കാലത്തെ കുടിശ്ശിക. പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മനസ്സിലായില്ല നിങ്ങള്? പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഈ 600 ഉറുപ്പ്യ ഉണ്ടായിരുന്ന പെൻഷൻ അതിന്റെ കുടിശ്ശിക 18 മാസക്കാലത്തതും കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല 1600 ഉറുപ്പ്യായിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളെ വീട്ടിൽ 60 വയസ്സ് കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ, ഒരു അച്ഛനും അമ്മയുണ്ടെങ്കിൽ 1600 3200 ഉറുപ്പ്യ കിട്ടും. മുമ്പ് എങ്ങനെയായിരുന്നു? പ്രായമായ അമ്മ മകനോട് പറയും, മോനെ ഒരു 50 ഉറുപ്പ്യന്റെ വെറ്റിലാടക്ക മേടിച്ചോ. ആ വെറ്റിലാടക്ക മേടിച്ചു കൊടുക്കും. 2 ദിവസം കഴിഞ്ഞ അമ്മ വീണ്ടും പറയും, എന്ത്, ഒരു 50 ഉറുപ്പ്യന്റെ വെറ്റിലാടക്ക കൊണ്ടേ. അപ്പൊ ചെക്കൻ പറയും, എന്നും ഇങ്ങനെ വെറ്റിലാടക്ക വാങ്ങാൻ അമ്മ ഇന്റെ അടുത്ത് എവിടുന്ന പൈസ? ഒരു ചാട്ടാണ്. ചെക്കനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓന്റെ അടുത്തും പൈസ ഇല്ല. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ അങ്ങനല്ല. ഓണം, പെരുന്നാള്, വിഷു, ക്രിസ്മസ് ഈ 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചായിട്ട. അപ്പൊ 1600 3200 അമ്മക്ക്, 1600 1600 3200
200 ആർക്ക്? അച്ഛന്. രണ്ടാൾക്കും കൂടി കൂട്ടിയാൽ 6400 റുപ്യ. ഓണത്തിനും പെരുന്നാളിനും ക്രിസ്മസിനും വിഷുവിനും വീട്ടിലെ ആൺകുട്ടികൾക്ക് അഥവാ ജോലി ഇല്ലാത്ത സമയമാണെങ്കിലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓണായാലും പെരുന്നാളായാലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും കഴിഞ്ഞു പോകാനുള്ള പണം സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എത്തിക്കുകയാണ് അല്ലേ? ഇപ്പോ പണ്ടൊക്കെ 50 ഉറുപ്പ്യന്റെ വെറ്റിലാടുക്കക്ക് അമ്മ മകനോട് പറയുമ്പോ അമ്മയുടെ മേലേക്ക് ചാടിയിരുന്ന മകൻ ഓണത്തിന് കട്ടട്ടിട്ട് ആഫടിക്കാൻ അമ്മയെ ഒരു 250 ഉറുപ്പ്യ തരുമെന്ന് ചോദിച്ചിട്ട് അമ്മന്റെ പിന്നാലെ അടുക്കുക. കാലം മാറിയെന്ന്. ആ 1600 രൂപ കിട്ടിയിരുന്ന ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം കിട്ടിയത് എത്രയാണ്? ഞങ്ങൾ 20-ാം തീയതി മുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കൊടുക്കാൻ തുടങ്ങിയത് എത്രയാണ്? ഞങ്ങള് 3600. എത്ര? 3600 റുപ്യ. 1600 റുപ്യ കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക. 2000 റുപ്യ നവംബർ മാസം മുതൽ. ഇനി എത്ര റുപ്യ കിട്ടാൻ പോണെന്നല്ലേ? 2000 രൂപ വീതം 2025-26 ജനുവരി മാസം മുതൽ കിട്ടാൻ പോകുന്ന എത്രയാണ്? ഞങ്ങള് 2500 റുപ്യ. ഇപ്പൊ കൂട്ടി 400, ഇനി 500 കൂട്ടും. UDF എന്താ പറഞ്ഞ്? ഇത് ഞങ്ങൾക്ക് കൊടുക്ക, നിങ്ങൾ കൊടുക്കേണ്ടി വരൂലെന്ന്. നല്ല ആൾക്കാരാണ്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞില്ലേ എന്ത്? ഞങ്ങൾ വന്നാൽ 6000 തരും. നിങ്ങൾ 6000 തരില്ല ഉണ്ടാവുള്ളൂ. ആ കോൺഗ്രസിന്റെ സമരത്തിന്, യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനാണ് ആ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ പൂട്ടിപ്പോയത്. ഇവരാ പെൻഷൻ കൊടുക്കണം. എങ്ങനെ അറിയാം നിങ്ങള്? സമരം നടക്കണതിന്റെ ഇടയിൽ ഒരു പാവപ്പെട്ട ഒരുത്തൻ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ഓരോരുത്തരായിട്ടാണ് എല്ലാരും കൂടിയാണ് കയറി നല്ലോണം ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചിട്ട് പോണ ഓരോരുത്തരും പറഞ്ഞു അണ്ണം തരും. അടുത്ത ആൾ വരുമ്പോ അണ്ണം തരും, അടുത്ത ആൾ അണ്ണം തരും, ഈ അണ്ണം തരും തന്നെ. പിന്നെ അവസാനം നോക്കിയപ്പോ ഒറ്റ ആളും കാണാൻ എല്ലാരും പോയിക്കണ്. ഹോട്ടലിൽ കായ് കൊടുക്കാത്ത നിങ്ങളാവി ആ പാവപ്പെട്ട ആളുകൾക്ക് പൈസ കൊടുക്കണ്. നിങ്ങൾ കൊടുക്കൂലെന്ന് ഉറപ്പായിട്ടല്ലേ നിങ്ങൾ 6000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നത്? സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണേ 1600 ആക്കി. 1600 നിന്ന് 2000 ആക്കി പ്രഖ്യാപിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഇത് കൊടുക്കാനുള്ളതല്ല, ഇത് വെറുതെ പറയുന്നതാണെന്ന് ഇടതുപക്ഷം പറഞ്ഞു. എന്ത്? ഭാഷ സിനിമയിൽ രജനികാന്ത് പറഞ്ഞ മാതിരിയാണ്. എന്ത് ഭാഷ? ഒരു തടവ സ്വന്നാൽ 100 തടവ സ്വന്ന മാതിരി. അതുപോലാണ് പിണറായി സർക്കാർ. ഒരു തടവ സ്വന്നാൽ 100 തടവ സ്വന്ന മാതിരി തരുന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ മാസം തന്നെ കൊടുത്തു, പ്രഖ്യാപിച്ച മാസം തന്നെ കൊടുത്തില്ലേ അല്ലേ? 62 ലക്ഷം ആളുകൾക്ക് ആ പെൻഷൻ. എത്ര ആൾക്ക്? 60. ആകെ 2,86,00,000 വോട്ടർമാരുള്ളൂ. അവിടെയാണ് 62 ലക്ഷം വയസ്സാണ് ആളുകൾക്ക് പെൻഷൻ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇരിക്കണ് അല്ലേ? ഞാൻ രാവിലെ 3 പത്രം വായിക്കണ ആളാ. പത്രം വായിക്കണതിന്റെ മഹത്വം പറയാൻ വേണ്ടിയല്ല കേട്ടോ. ഞാൻ പത്രം വായിക്കണതിന്റെ ഇടയിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ 6:30 എണീച്ച് പല്ലൊക്കെ തേച്ച് പത്രം വായന തുടങ്ങും. അപ്പൊ ഇടക്ക് ഭാര്യ പണിന്റെ ഇടയിൽ ഇത് മറക്കും. എന്ത് മറക്കും? കട്ടൻ ചായ കൊടുന്നേരാൻ. അപ്പൊ ഞാൻ വിളിക്കും, ജഷിയെ എവിടെ ചായ എവിടെ? ഭാര്യനെ വിളിക്കാണ്. എന്ത്? ചായ എവിടെ? ഒരു അധികാര സ്വരത്തിലാണ്. അപ്പൊ ആ സാധു ഓടിക്കത്തിച്ച് ചായ ആയിട്ട് വരും. അപ്പൊ എന്റെ ഒരു ചോദ്യം ഉണ്ട്, എന്ത്? ആനക്ക് അവിടെ എന്ത് മലമറിക്കണ പണിയുള്ളതെന്നാ? എന്താ ചോദിക്ക ഞാൻ? ആനക്ക് അവിടെ എന്ത് മലമറിക്കണ പണിയുള്ളത് അല്ലേ? ഇപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ ആലോചിക്കണ്ടാവും, എല്ലാരും ചോദിക്കണതാണത്. ഏത്? ഭാര്യമാരോട് ചോദിക്കും എന്ത് മലമറിക്കണ പണിയുള്ളതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക. നമ്മള് വീട്ടിൽ ആരാ ആദ്യം എണീക്കണത്? ഏറ്റവും ആദ്യം എണീക്കണത് ഭാര്യ. എന്തിനാ എണീക്കണത്? നമ്മളെ തീറ്റി പോറ്റാൻ അല്ലേ? ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് അലക്കണം, പിന്നെ വീട് വൃത്തിയാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് 10:30 മണിക്ക് നമ്മളൊരു വാർത്ത കാണലുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് വാർത്ത കാണല്. ഇവിടുന്ന് ഈ നിങ്ങളായിട്ടുള്ള പൊതുയോഗമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ വല്ല കമ്മിറ്റി ഉണ്ടെങ്കിൽ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ്, ആ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടക്കാൻ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ സാധു പാത്രം മോറുക അല്ലേ? പാത്രം മോറലൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ വരുമ്പോ, കയ്യും കാലും വേദനിച്ച് ഉറങ്ങാൻ വരുമ്പോ 11 മണി 11:30 മണി. ഇത് എന്റെ വീട്ടിലെ മാത്രം കാര്യമാണോ? ഒരുവിധം കേരളത്തിലെ മലയാളികളുടെ എല്ലാവരുടെ വീട്ടിലെയും കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, എന്ത് മലമറിച്ച പണിയാണ് നിനക്കുള്ളതെന്ന്? ഞാൻ ചോദിക്കുന്നത് പോലെ കേരളത്തിലെ മിക്ക ആണുങ്ങളും ചോദിക്കുന്നു ഭാര്യയോട്, നിനക്കെന്ത് മലമറിക്കുന്ന പണിയാണുള്ളതെന്ന്. സ്വന്തം അച്ഛൻ ചോദിക്കുന്നു, എന്ത് മലമറിക്കുന്ന പണിയാണ് നിനക്കുള്ളതെന്ന്. സ്വന്തം അമ്മായിയപ്പൻ ചോദിക്കുന്നു, എന്ത് മലമറിക്കുന്ന പണിയാണുള്ളതെന്ന്. സ്വന്തം ആങ്ങളമാർ ചോദിക്കുന്നു, നിനക്കിവിടെ എന്ത് മലമറിക്കുന്ന പണിയാണുള്ളതെന്ന്.
രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന വീട്ടമ്മമാരുടെ പ്രശ്നം ഈ സ്വന്തം ഭർത്താവും സ്വന്തം സഹോദരനും സ്വന്തം അച്ഛനും സ്വന്തം അമ്മായിയപ്പനും കാണാതിരിക്കുമ്പോഴും അവരുടെ സങ്കടവും ദുരിതവും കാണാൻ കേരളത്തിന്റെ മണ്ണിൽ ഒരു സർക്കാർ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച് 1000 രൂപ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച സർക്കാരിന്റെ പേരാണ് പിണറായി സർക്കാർ. 32 ലക്ഷം ആളുകൾക്ക്, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള 32 ലക്ഷം ആളുകൾക്ക്. മനസ്സിലായില്ല നിങ്ങള്? അംഗനവാടിക്കാർക്ക് 1000 കൂട്ടി കൊടുത്തു, ആശാവർക്കർമാർക്ക് 1000 കൂട്ടി കൊടുത്തു, പാചക തൊഴിലാളികൾക്ക് 1100 കൂട്ടി കൊടുത്തു. നമ്മളെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, പോളിടെക്നിക് കഴിഞ്ഞവർ, ITI കഴിഞ്ഞവർ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് കഴിഞ്ഞവർ, അവർക്ക് ജോലിക്ക് വേണ്ടി പരിശീലനം നടത്തുമ്പോ 5 കൊല്ലക്കാലത്തേക്ക് 1000 രൂപ വീതം സ്റ്റൈപ്പൻഡ്. എത്ര ആളുകൾക്ക്? 5 ലക്ഷം ചെറുപ്പക്കാർക്ക്. അപ്പൊ 2,86,00,000 ഇനി ആനുകൂല്യം കിട്ടാത്തവർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ സർക്കാരിന്റെ ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ. ഇവിടെയാണ് പ്രതിപക്ഷം പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. നിങ്ങൾ അധികാരത്തിൽ വന്ന് എന്തുണ്ടാക്കുന്ന? ഉണ്ടാക്കി കൊടുത്തോളം പോരെ? നിങ്ങൾ അധികാരമില്ലാത്ത സ്ഥിതി ഇപ്പോതാ അല്ലേ? ഈ ഗവൺമെന്റ്, പിണറായിയുടെ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എത്ര പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണെന്നറിയോ നിങ്ങള്? എത്ര പ്രതിസന്ധിയായിരുന്നു? ആദ്യം വന്നു ഓക്കി, പിന്നെ വന്നു നിപ്പ, മൂന്നാമത് വന്നു പ്രളയം, നാലാമത് വന്നു വീണ്ടും പ്രളയം, അഞ്ചാമത് വന്നു കോവിഡ്, അവസാനം വന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ദുരന്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ സഖാവ് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത്? ഈ ദുരന്തങ്ങൾക്കിടയിൽ കൊടുങ്കാറ്റും പേമാരിയുമുള്ള കടലിലൂടെ ഒരു കപ്പലിനെ നയിക്കുകയാണ്, നിറച്ചും യാത്രക്കാരുമായി നയിക്കുമ്പോ ആ കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്ന് പേടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന യാത്രക്കാരെ ഒരു പ്രയാസവുമില്ലാതെ തീരത്തെത്തിച്ച കപ്പിത്താന്റെ പണിയാണ് കഴിഞ്ഞ 9.5 കൊല്ലക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ചെയ്തത് എന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ സഖാവിനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. വെറുതെ അല്ല വിളിക്കുന്നത്, വെറുതെട്ട പേരല്ല ക്യാപ്റ്റൻ. വെറുതെ വിളിക്കുക അല്ലാന്നേ. ഈ ദുരന്തങ്ങളൊക്കെ നേരിട്ടത് എങ്ങനെയാന്ന് നമുക്കറിയാം. ഓക്കിയിൽ മരിച്ച കുടുംബങ്ങൾക്ക് 25 ലക്ഷം കൊടുത്തത്, മത്സ്യത്തൊഴിലാളികൾക്ക്, വീട്ടിലൊരാൾക്ക് ജോലി കൊടുത്തു. നിപ്പയെ നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ? പ്രളയത്തെ നേരിട്ടത് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ചക്കിയമ്മ ഉണ്ട്. ചക്കിയമ്മായി വീട്ടിന്റെ തൊട്ടടുത്താണ്, കുറച്ച് താഴത്താണ്. മഴ പെയ്തു, ചക്കിയമ്മായിന്റെ വീട്ടിൽ വെള്ളം കയറി. ഒന്നാമത്തെ പ്രളയത്തിൽ ചക്കിയമ്മായിനെ ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചു, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരും. ചക്കമ്മായി വരുന്നില്ല, ഞാൻ ഇവിടെ കിടന്നോളാം. അവസാനം ചക്കിയമ്മായിനെ നിർബന്ധിച്ചു, വെള്ളം കയറിയപ്പോ നിർബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പ് കൊണ്ടുപോയി കിടത്തി. മഴയൊക്കെ മാറി, പ്രളയം പോയി. അതുവരെ നല്ല ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. ഡിവൈഎഫ്ഐന്റെ യൂത്ത് ബ്രിഗേഡിന്റെ കുട്ടികൾ വീട് വൃത്തിയാക്കി. എന്നിട്ട് ചക്കിയമ്മായിനെ വീട്ടിൽ കൊണ്ടാക്കി. 4 ദിവസം കഴിഞ്ഞപ്പോ വില്ലേജ് ഓഫീസർ വന്നിട്ട് 10,000 ഉറുപ്പ്യം കൊടുത്തു. രണ്ടാമത്തെ പ്രളയം വന്നു, മഴ പെയ്തു, വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. മുറ്റത്ത് വെള്ളത്തിയപ്പോ എന്നോട് ചോദിക്കാണ്, ചക്കമായി കുട്ടിയെ എന്നാ ദുരിതാശ്വാസ ക്യാമ്പ് കൊടുക്കണത് പോവല്ലേ എന്നാ? ആലോചിച്ചൊക്കെ നിങ്ങള്. ഇങ്ങനെ ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? കോവിഡിന്റെ കാലം നിങ്ങൾക്ക് ഓർമ്മല്ലേ? ലോകത്തെല്ലാവരും പട്ടിണിയിലായില്ലേ, ദാരിദ്ര്യത്തിലായില്ലേ, ജോലി ഇല്ലാത്ത സ്ഥിതിയായില്ലേ? ആ ജോലി ഇല്ലാത്ത സമയത്തും ദാരിദ്ര്യത്തിന്റെ സമയത്തും പ്രയാസത്തിന്റെ സമയത്തും മലയാളി പട്ടിണി കിടന്നോ? ഇല്ലാന്നേ. മലയാളി പട്ടിണി കിടന്നില്ലെന്ന് മാത്രല്ല, മലയാളികൾക്ക് ഒരു ദിവസം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എന്ത് റേഷൻ ഷാപ്പിൽ പോയിക്കോളി, ആരും പട്ടിണി കിടക്കരുത്, 15 കിലോ അരി ആദ്യം ഫ്രീ. എനിക്കൊക്കെ ആദ്യമായിട്ട് ഫ്രീ അരി കിട്ടണത് അന്നാണ്, 15 കിലോ. പിന്നെ 5 ഉറുപ്പ്യന്റെ അരി, 10 ഉറുപ്പ്യന്റെ അരി. 2 മക്കൾ വീട്ടിലുണ്ട്, 2 മക്കൾക്ക് സ്കൂൾ നോരാ കിറ്റ്. ഇന്റെ തൊട്ടടുത്ത് സുലൈമാൻ മുസ്ലിം ലീഗാരനാ, 7 മക്കൾ 7 കിറ്റ്. തിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. നമ്മക്ക് 2, ഓനക്ക് 7, കുഴപ്പമില്ല, തിന്നോട്ടാണ്. അതിനെന്താ പ്രശ്നം? പക്ഷെ നിങ്ങൾ ചെയ്ത പണി എന്താ അറിയോ? ഞാനൊക്കെ അന്ന് ഇടങ്ങാറായിക്കണ്. എന്താ ഇടങ്ങാറ്? 3 കിറ്റും കൂടി കൊടുത്തിട്ട് പെണ്ണുങ്ങളെ രാവിലെ ആയി കഴിഞ്ഞാലും ചപ്പാത്തി, രാത്രി ആയാലും ചപ്പാത്തി. പെണ്ണുങ്ങളോട് ചോദിക്കുക ചപ്പാത്തി ഒന്നും ഇല്ലാതെ വേറെ ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഓളിനോട് ചോദിക്കുക പിണറായിന്റെ ആട്ട തീരണ്ട ഞാൻ എന്താ ചെയ്യാന്ന? വീട്ടിന്റെ വടക്കേ മൂലൊക്കെ കടല, തെക്കേ മൂലൊക്കെ കടല, കടല മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇത് ഈ ലോകത്തെല്ലാരും പട്ടിണി കിടക്കുമ്പോ നമ്മളുടെ അനുഭവം അല്ലേ? ഓണത്തിന് സ്പെഷ്യൽ കിറ്റ്, ഓണത്തിന് സ്പെഷ്യൽ കിറ്റ്. ആ കിറ്റില് ശർക്കര, പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശർക്കര ലീഗർ തൂക്കി നോക്കി.
എന്നിട്ട് ഓല് പറഞ്ഞു 50 ഗ്രാം കുറവാണ്. ഓൾക്ക് ഒന്നും കിട്ടിയില്ല. ഒരു കോൺഗ്രസ്സുകാരി ചേച്ചി യൂട്യൂബിൽ വന്നു, വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു എന്ത്, അതിൽ അണ്ടി ഇങ്ങോട്ടെടുത്ത് ഈ അണ്ടിക്ക് വലിപ്പം കുറവാണ്. ചേച്ചിക്ക് അപ്പൊ പ്രശ്നം അതാണ്. നിങ്ങള് ഇത് കണ്ടതല്ലേ? ഏത് പായസത്തിലിടാൻ കൊടുത്ത അണ്ടി എടുത്തിട്ട് പറയും അണ്ടിക്ക് വലിപ്പം കുറവാണ്. ചേച്ചിക്ക് അപ്പോൾ അതാ നോട്ടം. ഈ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ നമ്മള്? എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ചേർത്ത് പിടിച്ചു. അവസാനം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി അല്ലേ? UDF-കാർക്ക് ഭരണം കിട്ടണം പോലും, കോൺഗ്രസ്സുകാർക്ക് ഭരിക്കണം പോലും, മുസ്ലിം ലീഗുകാർക്ക് ഭരിക്കണം പോലും. നിങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ ഭരണത്തിന് ഏടേലത്തത് അടുപ്പിക്കില്ല. കാരണം ഈ കേരളം കരഞ്ഞ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ഞാനും നിങ്ങളും കരഞ്ഞു. നമ്മളെപ്പോലെ ഈ രാത്രിയിൽ സംസാരിക്കുന്ന, ഈ രാത്രിയിൽ എല്ലാവരും പരസ്പരം ചിരിച്ചു കളിച്ച് നാളെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി വീടുകളിൽ കിടന്നുറങ്ങിയവരാണ് അവരും അല്ലെ? അവരും അങ്ങനെ കിടന്നുറങ്ങിയവരല്ലേ? മരിക്കുകയാണ് പോയെന്ന് അറിയാതെ, തങ്ങൾ മരിക്കുകയാണെന്ന് പോലും അറിയാതെയാണ് മലവെള്ളപ്പാച്ചിലിൽ മണ്ണിടിച്ച് 300 ചില്ലാനം ആളുകളാണ് മരിച്ചത്. മനസ്സിലായില്ലേ? യൂത്ത് ബ്രിഗേഡിന്റെ കുട്ടികൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്തമുണ്ടായ പിറ്റത്തെ ദിവസം ചാലിയാറിൽ, മലപ്പുറം ജില്ലയിലെ ചാലിയാറിൽ തെരഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ കരളലിയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ചില ഭൗതിക ശരീരങ്ങൾക്ക് തലയില്ല, ചില ഭൗതിക ശരീരങ്ങൾക്ക് തല മാത്രം, ചില ഭൗതിക ശരീരങ്ങൾക്ക് കൈയില്ല, കാലില്ല. 300 ചില്ലാനം ആളുകൾ മരിച്ചു വീണു കേരളത്തിന്റെ മണ്ണിൽ. നമ്മുടെ സഹോദരന്മാർ, 700-ലധികം വീടുകൾ നഷ്ടപ്പെട്ടു. കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചു എന്ത്, ഇവരെ സഹായിക്കണം. ജീവന് പകരം കൊടുക്കാൻ കഴിയില്ല, പക്ഷേ അവരെ ഒരാളെയും ചിഹ്നിച്ചു തരാതെ ഒരൊറ്റ കേന്ദ്രത്തിൽ താമസിപ്പിച്ചു സഹോദരന്മാരെ പോലെ ജീവിക്കാൻ, ഒരുമയോട് ജീവിക്കാൻ സൗകര്യമുണ്ടാക്കണം. കേരളത്തിലെ സർക്കാർ ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു. എല്ലാവരും സഹായിച്ചു. അതിലെടുത്തു പറയേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ, ഒരു മുൻകാല ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ അവർ ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുന്നത് മനസ്സ് നിറഞ്ഞു കാണുന്നവരാണ് നമ്മൾ. ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ അതോടൊപ്പം മനസ്സ് നിറഞ്ഞതാണ്. അവർ പ്രഖ്യാപിച്ചു കേരളത്തിലെ ഗവൺമെന്റിനോട്, ഞങ്ങൾ 20 വീടിനുള്ള പൈസ തരും. അധികമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ആകെ 20 വീടാ പറഞ്ഞത് ഡിവൈഎഫ്ഐ. 20 വീട് കൊടുക്കും. സർക്കാരിന്റെ കണക്കിൽ 20 ലക്ഷം രൂപയാണ് ഒരു വീടിന്. എത്ര? 20 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 20 വീടിന് ഡിവൈഎഫ്ഐക്കാർ, ഈ രാജ്യത്തെ നക്ഷത്രാങ്കിത ശുഭ്ര പതാക കയ്യിലേന്തുന്ന മക്കൾ കൊടുക്കേണ്ടത് 4 കോടി ഉറുപ്പിയാണ്. 4 കോടി കൊടുത്താൽ മതി. എത്ര നിങ്ങൾ കൊടുത്തത്? ഡിവൈഎഫ്ഐക്കാർ കൊടുത്തത് എങ്ങനെയെന്നറിയോ? ഒരാളുടെ കയ്യിൽ നിന്നും പണം പിരിച്ചില്ല, ഒറ്റ ആളടുത്തൊന്നും പൈസ വാങ്ങിയില്ല. പിന്നെ അവരെന്താ ചെയ്തത്? ചിലരവരെ നോക്കി കളിയാക്കി, ആക്രി പെറുക്കികളെന്ന് വിളിച്ചു. നമ്മളുടെ ഒക്കെ വീട്ടിൽ വന്നു, പഴയ പത്രം ഉണ്ടോ? പത്രം വാങ്ങി. പഴയ തകരയുണ്ടോ? ഇരുമ്പുണ്ടോ? ഇരുമ്പും തകരയും പെറുക്കി. എന്നിട്ടോ കേരളത്തിന്റെ ഖജനാവിലേക്ക് ഈ ചെറുപ്പക്കാർ നൽകിയത് എത്ര? 20 കോടി 41 ലക്ഷം രൂപയാണ്. 20 കോടി 41 ലക്ഷം. അഭിമാനം തോന്നുകയാണ് ഒരു പഴയ ഡിവൈഎഫ്ഐക്കാരൻ എന്നുള്ള നിലക്ക്. കേരളത്തിലെ സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. 2 എസ്റ്റേറ്റുകൾ എടുത്തു, കൽപ്പറ്റ പട്ടണത്തിന് തൊട്ടടുത്ത്. ഏറ്റവും ചുരുങ്ങിയത് 1 സെന്റിന് 10 ലക്ഷം വരും. 15 ലക്ഷം നിങ്ങളാണെങ്കിൽ 10 കൂട്ടിക്കോ, 15 ലക്ഷം വരും. ശരിക്കും 10 ലക്ഷം കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ 7 സെന്റ് ഭൂമിക്ക് എത്ര വരും? 70 ലക്ഷം വരും. 20 ലക്ഷത്തിന്റെ വീട് അപ്പൊ എത്രയായി? 90 ലക്ഷം. ഒരു കുടുംബത്തിന് ഏകദേശം 1 കോടി ഉറുപ്പ്യന്റെ സൗകര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവിടെ തന്നെ റോഡ്, അവിടെ തന്നെ ആശുപത്രി, അവിടെ തന്നെ അംഗനവാടി അല്ലേ? അവിടെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ത്? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ സ്വന്തം വീട് കൊടുക്കും. AICC 100, KPCC 100. 1000 കൊടുത്തത് അവിടെ ബാക്കി എടുക്കണ്ട്. അപ്പോഴാ പറഞ്ഞത് 100 കൊടുക്കും. യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ 30 കൊടുക്കും. ആ 30 കൊടുക്കാൻ തീരുമാനിച്ച ആള് പൈസ പിരിച്ചു. ആ പൈസ എവിടേക്കാ ചെലവായതെന്ന് ഞാൻ പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? കേട്ടിട്ടില്ല നിങ്ങൾ ആളെ പറ്റി? ഇന്നലെ നല്ല വാർത്ത അല്ലേ? എന്താണ്? മോളൂസേ, നിന്നിൽ എനിക്കൊരു കുട്ടി ഉണ്ടാകണം. മോളൂസിനെ വിളിക്കാണ്. നാണവും മാനവും ഉണ്ടോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്? ഇവരെ ജയിപ്പിക്കേണ്ടത്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ 30 വീട് കൊടുക്കും, കാശ് പിരിച്ചു അല്ലേ? നാടൻ നായ്ക്കൾക്ക് വരെ കന്നിമാസത്തിലാണ്.
കുഴപ്പമുണ്ടാവുക. ഈ പഹനക്കൊക്കെ എല്ലാ മാസവും കുഴപ്പ. ബാക്കി നായ്ക്കൾക്ക് വരെ കന്നിമാസം എന്നേ കേട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മാസമൊക്കെ ആയിട്ട് നിങ്ങൾ പാവങ്ങളാ. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ എല്ലാ മാസമാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഏർപ്പാട് വേറെയാണ്. ഞാൻ പറയണില്ല, ഇവിടെ മൈക്ക് കൂടി പറയാൻ പറ്റില്ല. അവിടെ പ്രധാനമായിട്ട് ഈ കന്നുകൂട്ടിന് കൊണ്ടുവന്ന സാധനത്തിന് വരി ഒടിക്കും. അതേപോലെ വരി ഒടിച്ചു വിടേണ്ട സാധനമാണ് ഈ രാഹുൽ മാങ്കൂട്ടൊക്കെ. ഈ നാട്ടിലെ സാധാരണ സ്ത്രീകൾ, പാവപ്പെട്ട കുട്ടികളെ വശീകരിച്ചിട്ട് ഒരു MLA അല്ലേ, എത്ര പെൺകുട്ടികളുടെ പരാതിയാ, എന്നിട്ട് കൊണ്ടെടുക്കാണ് എന്ത് ഗുളിക. എവിടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഗർഭനിരോധന ഗുളിക കൊണ്ടെടുക്കുക, എന്നിട്ട് ഇത് കഴിഞ്ഞ ഉടനെ ഗുളിക അടിച്ചോളൂ. ഒരു MLA, ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ഇവരെ ഭരണമേൽപ്പിക്കേണ്ടത്. 30 വീടിന് എത്ര പൈസ പിരിച്ചു? ഒരു കണക്കുമില്ല. 100 വീടിന് കോൺഗ്രസ് എത്ര പിരിച്ചു? ഒരു കണക്കുമില്ല. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ പാവപ്പെട്ടവന്റെ വീടിന് അവരെ സംരക്ഷിക്കാൻ പൈസ പിരിച്ച് പുട്ടടിച്ച നിങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ അധികാരം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏൽപ്പിക്കോ? വേറൊരു പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗ്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാ ദുരന്തങ്ങളും അവർക്ക് വലിയ എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ്. ഈ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഞ്ചാബി ഹൗസ് ദിലീപിന്റെ പടമാണ്. ഇപ്പൊ ദിലീപ് ഇപ്പൊ 8-ാം തീയതി പിന്നെ വിധി വരാൻ പോവാണ്. അതവിടെ കേട്ടാ, അതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. പഞ്ചാബി ഹൗസില് ദിലീപ് വെള്ളത്തിൽ വീഴും. പിന്നെ കിട്ടല് കൊച്ചിൻ ഹനീഫാന്റെ ബോട്ടിലാണ്. അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല, ഒരു മിണ്ടാപ്രാണിയാണെന്ന് വിചാരിച്ചിട്ട് ഈ മിണ്ടാത്തോരെ എങ്ങനെയാലും ഒഴിവാക്കണം. ഒഴിവാക്കാൻ വേണ്ടി പഞ്ചാബി ഹൗസിൽ കൊണ്ടാക്കും. ആരെ? ഈ ദിലീപിനെയും ഹരിശ്രീ അശോകനെയും. 2 ശല്യങ്ങൾ ഒഴിവാക്കി എന്നുള്ളതിൽക്കാണ് ആര്? ഈ കൊച്ചിൻ ഹനീഫ. അപ്പൊ കൊച്ചിൻ ഹനീഫ വരെ 2 ഒഴിവാക്കിയിട്ട് സന്തോഷത്തിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ ബാക്കിൽ നിന്നാണ് ക്യാമറ. അപ്പൊ അങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ് ഇങ്ങനെ ചിരിക്കണത്. അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ കരയാണെന്ന് തോന്നും. അപ്പൊ ജനാർദ്ദനം പറയുന്നുണ്ട്, അവന് ഏറ്റവും പ്രിയപ്പെട്ട 2 ആൾക്കാർ അവിടെ നിർത്തിപ്പോകുന്നതിലുള്ള സങ്കടം നോക്ക്, കരച്ചിൽ നോക്ക്. അപ്പൊ ഇങ്ങനെ കരയണതായിട്ടാ തോന്നുക ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ. ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോഴാണ് ക്യാമറ മുന്നിക്ക്. ആരെ? കൊച്ചിൻ ഹനീഫാന്റെ. അപ്പൊ മൂപ്പലെന്താ ചെയ്യണത്? അങ്ങനെ പൊത്തി പിടിച്ചിട്ട് ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞ മാതിരിയാണ് മുസ്ലിം ലീഗ്. ദുരന്തം കണ്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കരയാണ്. നാട്ടുകാരിങ്ങനെ നോക്കുമ്പോ കരയണമായിട്ടാ തോന്നുക. ശരിക്കും സൂക്ഷിച്ചു നോക്കിയാലോ, ഓർക്ക് ഇതിനേക്കാളും വലിയ ആഘോഷം വേറെ ഉണ്ടോ? സുനാമി ദുരന്തം ഉണ്ടായി. പാണക്കാട് തങ്ങൾ പറഞ്ഞു കൊടുത്തോളിയും പൈസ, പള്ളിക്ക പിരിച്ചോളിയും പൈസ. പിന്നെ പിരിവന്നെ നല്ല സുഖല്ലേ, അങ്ങോട്ട് പിരിക്കാനാ പിരിച്ചു. മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം തന്നെ അതാണ് കൂട്ടരെ. എന്താണ്? കക്കുക, മുക്കുക, നക്കുക. 3 മുദ്രാവാക്യം. ലീഗിനാകെ 3 മുദ്രാവാക്യമുള്ളൂ. ഒന്ന് കക്കുക, 2 മുക്കുക, മറ്റേ നക്കുക. വേറെ എന്താ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുനാമി ഫണ്ട് മുക്കി ഇല്ല, മുക്കിയില്ലേ? ഗുജറാത്ത് ഫണ്ട് മുക്കി. അങ്ങനെയാണ് അത് 2 ചോദ്യം ചെയ്തിട്ടാണല്ലോ ആര്? ജലീൽ, KT ജലീൽ പോകുന്നത്. കത്തുവയിലെ പെൺകുട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചു, അത് മുക്കി. ഏറ്റവും അവസാനം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചു. വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. വീടുണ്ടാക്കാൻ, സ്ഥലമെടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ച കൺവീനർ ആരാര്യങ്ങള്? PK ഫിറോസ്. ചില്ലറക്കാരനല്ല, കൊപ്പത്തേർക്ക് നന്നായിട്ട് അറിയണല്ലേ. എന്ത് ചിക്കനാ? യമ്മി ഫ്രൈഡ് ചിക്കൻ. അതിന്റെ ആളാ മൂപ്പര്. അയാളെയാണ് ഏൽപ്പിച്ചത്, നിസാരക്കാരനല്ല. എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് കാണാനില്ല. വലിയ പ്രസംഗമായിരുന്നു. ഒരു ദിവസത്തെ പ്രസംഗം ഞാൻ കേട്ടു. എന്താ പ്രസംഗം എന്നറിയോ? മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായ രാഹുൽ ഗാന്ധി. അപ്പൊ ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാരി രാഹുൽ ഗാന്ധി. അപ്പൊ ഇപ്പൊ എനിക്ക് മഹാത്മാഗാന്ധിനും അറിയില്ല, രാഹുൽ ഗാന്ധിനും അറിയില്ല. അറിയോ? രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്. മഹാത്മാഗാന്ധി വേറെ, രാഹുൽ ഗാന്ധി വേറെ. പക്ഷെ പ്രസംഗിക്കുകയാണ് ആര്? ഞാൻ വിചാരിച്ചത് ഇതൊരു നാക്കുപിഴയാണെന്നാണ്. പിന്നാണ് മനസ്സിലായത് എന്ത്? മൂപ്പർക്ക് ഒരു അനിയനുണ്ട്. അനിയന്റെ പേര് PK ബുജൈർ എന്നാണ്. ബുജൈർ. ആ ബുജൈറിന്റെ പണി ഒരു പൊടിവിക്കലാണ്. ഇവര് നാട്ടുകാരൊക്കെ നന്നാക്കല. മുസ്ലിം ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പണി എന്താ? പണി നാട്ടുകാരെ മുഴുവൻ നന്നാക്കും. പക്ഷെ മൂപ്പര് രാവിലെ കട്ടൻ ചായ കുടിക്കുമ്പോ 1 സ്പൂണ് പൊടിയിട്ട് കലക്കും. ഏത് പൊടി? PK ബുജൈർ വിൽക്കണ പൊടിയിട്ട് കലക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ പിന്നെ എന്തും പറഞ്ഞൂടെ. അത് കലക്കി കുടിച്ചിട്ടാ മൂപ്പര് ഇറങ്ങണത്.
എന്നിട്ട് രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിന്റെ കൊച്ചുമകനെന്നോ ഇനി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ അനിയനെന്നോ എന്ത് പറഞ്ഞാലും എന്ത് പറയാം. അയാളാണ് ഏൽപ്പിച്ചത്. ആരെ? നിങ്ങൾ തന്നെ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 47 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. ആര്? ഈ PK ഫിറോസ്. ഇപ്പൊ എത്ര എന്നറിയാം ശമ്പളം? 5.5 ലക്ഷം റുപ്യ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് പോവാതെ പൈസ കിട്ടും. ഒരു കമ്പനീന്റെ സെയിൽസ് മാനേജർ. ഈ കാട്ടുകള്ളന്മാരൊക്കെ ഭരണേൽപ്പിച്ചുള്ള സ്ഥിതി വെക്കുക. ഇവിടെ കൊപ്പത്ത് മാത്രമല്ല, ഫ്രൈഡ് ചിക്കൻ ഇവിടെ മാത്രമല്ല, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുണ്ട് സാധനം. റിയൽ എസ്റ്റേറ്റ് ശൃംഖലയാണ്. നോക്ക്, രാഷ്ട്രീയത്തിൽ വന്ന് ഇത്തിക്കണ്ണികളെ പോലെ ഇത്രയധികം സ്വത്തുണ്ടാക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗിനെ പോലെ വേറെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടോന്ന് ആലോചിച്ചോക്ക്. ഇപ്പൊ കേന്ദ്രഭരണമില്ല. കേന്ദ്രഭരണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് MLA സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി പോയത്. എവിടേക്ക്? MP ആയി പോയത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഒരു അരമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയെ നേരിടാൻ മുസ്ലിം ലീഗിൽ ഏറ്റവും സമർത്ഥൻ ഞാനാണ്, കാരണം എനിക്ക് വെടിവെപ്പിൽ മുൻപരിചയമുണ്ട്. വെടിവെപ്പിൽ മുൻപരിചയം. ആ മുൻപരിചയം വെച്ചിട്ടാണ് എവിടെ പോയത്? പാർലമെന്റ് പോയത്. 2021 തെരഞ്ഞെടുപ്പായപ്പോ മനസ്സിലായി എന്ത് ഇവിടെ കേരളത്തിൽ ഭരണം കിട്ടും എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ MP സ്ഥാനം രാജിവെച്ച് ഇങ്ങോട്ട് തന്നെ വന്നു ഉപമുഖ്യമന്ത്രിയാവാൻ. രണ്ടും ആയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ കേന്ദ്ര ഭരണമില്ല, കേന്ദ്രത്തിൽ അരമന്ത്രി സ്ഥാനമില്ല, കേരള ഭരണമില്ല, പിന്നെ എന്താ ഉള്ളത്? ആകെ ഉള്ളത് ഒരു മലപ്പുറം ജില്ലാ പഞ്ചായത്താ. മനസ്സിലായില്ല നിങ്ങള്? ആ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം, നമുക്ക് ആലോചിക്കാൻ പറ്റൂല, ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കഴിഞ്ഞ 96 ദിവസമായിട്ട് 96 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന നേതാവിന്റെ പേര് TP ഹാരിസ് എന്നാണ്. എന്താ മുസ്ലിം ലീഗ് പുറത്താക്കാത്തത്? എത്ര കോടി എന്നറിയോ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടിച്ചു മാറ്റിയത്? 38 കോടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലീഗേറെ കായാണെങ്കിലും ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? പറ്റിച്ച രീതി കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മള് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ആവുമെന്ന് വിചാരിച്ചതല്ല. കാരണം എന്താ? തിരൂരല്ലേ. ഇപ്പോൾ ഞാൻ എവിടെങ്കിലും പോയാലേ, ഞാൻ ഈ തിരുവനന്തപുരത്തോ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു സദസ്സിലിരിക്കുമ്പോ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും എന്താ പേര്? സൈനുദ്ദീൻ. എവിടുന്നാ വരുന്നത്? തിരൂര്. അപ്പൊ ഉടനെ നമ്മളെ സാക്കളൊക്കെ മാറിപ്പോകും, ഞാൻ ലീഗാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മൾ അറിയണ ഏതെങ്കിലും സാക്കൾ വന്നിട്ട് നമ്മളെ പാർട്ടിക്കാരനൊന്നും പറയും. കാരണം തിരൂര് ജയിക്കുന്ന് വിചാരിച്ചല്ലോ. സാധാരണ നമ്മളവിടെ പല സ്ഥലത്തും പല സമയത്തും നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ചിഹ്നത്തിൽ പോലും മത്സരിക്കൂല. കാരണം എന്താ? അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ചാൽ വോട്ട് ചെയ്താൽ നരകത്തിലല്ലേ. അതുകൊണ്ട് നരകത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാ? ആൾക്കാർ വോട്ട് ചെയ്യില്ലാന്ന് പേടിച്ചിട്ട് നമ്മൾ വിമാനം, കപ്പും സോസർ, പിന്നെന്താ വഞ്ചി, ഇനിക്ക് ലോകത്ത് എന്തൊക്കെ ചിഹ്നമുണ്ടോ, ഓട്ടോറിക്ഷ, ഇതൊക്കെയാണ് നമ്മളെ ചിഹ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലേക്ക് നമ്മൾ തീരുമാനിച്ചു ഏതായാലും തോക്കണമെങ്കിൽ തോക്കട്ടെ, എന്ത് ചെയ്യാ? അരിവാൾ ചുറ്റികക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. 11 ആള്, 15-ൽ 11, ആകെ 15 സീറ്റാ. 11 ആള് ഞങ്ങൾ അരിവാൾ ചുറ്റികയിൽ മത്സരിച്ചു. ബാക്കി 4 ആള് പറഞ്ഞു അവിടെ അരിവാൾ ചുറ്റിക പറ്റൂല, സ്വതന്ത്രൻ ആയിക്കോട്ടെ, നിങ്ങൾ സ്വതന്ത്രൻ ആയിക്കോട്ടെ, ഞങ്ങൾ എന്തായാലും തോക്കണമെങ്കിൽ തോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ 11 ആള് അരിവാൾ ചുറ്റികയിൽ മത്സരിച്ചു. പ്രിയപ്പെട്ടവരെ, റിസൾട്ട് വന്നപ്പോ ആ 15-ൽ 11 പേർ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചപ്പോ ആ തിരൂരിലെ സാധാരണക്കാരായ മനുഷ്യൻ തീരുമാനിച്ചത് ഇത്തവണ നരകത്തിൽ പോയാലും ഈ അരിവാൾ ചുറ്റികക്കാണ് വോട്ടെന്ന് തീരുമാനിച്ച് ഞങ്ങളെ 10 പേരെയാണ് ജയിപ്പിച്ചത്. 10 ആള്. പിന്നെ 11ാമത്തെ ആള് 300 വോട്ടിനാണ് തോറ്റത്. ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ 300 വോട്ടിന്. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും മത്സരിക്കണം അരിവാൾ ചുറ്റികയിലാണ്. അതവിടെ വെക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി 1000 ഉറുപ്യ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ ഉണ്ടാവോ? അവിടെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ. ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ എത്ര തായാണ് ഇപ്പൊ? 38 കോടി ഉറുപ്യ. എങ്ങനെയെന്നറിയ? ആൾക്കാരോട് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ പങ്കാളിത്തം. ഏത് ലീഗര് പൊട്ടന്മാര് കായ് കൊടുക്കും ചെയ്തിട്ടാ. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞിട്ട് കായ് വാങ്ങിയപ്പോഴോ കായ് കൊടുത്തു. ഇപ്പോഴും ജയിലിൽ കിടക്കുക. എന്താ പുറത്താക്കാത്? പുറത്താക്കിയാൽ ആരൊക്കെ കാശ് പറ്റി എന്നുള്ളത് ഓൻ പറയും. മനസ്സിലായില്ലേ? ഓനത് പറയും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് റഫീഖ. റഫീഖാന്റെ ഭർത്താവിന്റെ പേര് ഉമറുദ്ദീൻ. നല്ല ദീനാണ്. സൈനുദ്ദീനേക്കാളും മെച്ചപ്പെട്ട ദീനാണ്. നമ്മളൊക്കെ ചെറിയ ദീന്, അത് ഉമറുദ്ദീൻ. ആ ഉമറുദ്ദീൻ 2 ദിവസം ജയിലിൽ കിടന്നു. എന്തിനാ? നിങ്ങള് 68 ലക്ഷം മൂപ്പര് സെക്രട്ടറി ആയിട്ടുള്ള ബാങ്കിന്റെ പൈസ അടിച്ചു മാറ്റി.
മുസ്ലിം ലീഗിന്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടം 4 കോടി ഉറുപ്പിക അടിച്ചു മാറ്റി. ഇനി ആരാ അടിച്ചു മാറ്റാൻ ബാക്കിയുള്ളത്? ഇവരെ പോലെ തെമ്മാടികൾ വേറുണ്ടോ? സ്വർണ്ണ കള്ളക്കടത്ത്, എല്ലാ കള്ളക്കടത്തുമാണല്ലോ അവരുടെ പരിപാടി. കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായി ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു പിണറായിയുടെ കാലത്ത്, ഓർമ്മയില്ല നിങ്ങൾക്ക്? ഇവര് സ്വർണം കടത്തുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നത് കരിപ്പൂരാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു? മലപ്പുറത്തെ പറ്റി പറയുന്നു, സമുദായത്തെ പറ്റി. അതാണ് എല്ലാം സമുദായത്തിനായിട്ട് കൂട്ടിച്ചേർത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ കള്ളുടിച്ചതാരാ? നിങ്ങൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ കള്ളുടിച്ചത് പാലക്കാട് ജില്ലക്കാരാ? അല്ലേ, ചാലക്കുടിക്കാരല്ല, കൊല്ലത്തേരല്ല, പിന്നെ ആരാ? തിരൂരുകാരാണ്. എന്റെ നാട്ടുകാര്, മലപ്പുറം ജില്ലക്കാര് 6,40,00,000 ഉറുപ്പിനെ കള്ള കുടിച്ചത് ഒറ്റ ഒരു തിരുവോണത്തിന്. ഇത് കണക്കുള്ളതല്ലേ? പത്രത്തിൽ വരുമ്പോ ഇതാ ജില്ലയെ പറ്റി പറയുന്ന പറഞ്ഞിട്ട് കുടിക്കാതിരിക്കല്ലാതെ വേറെ എന്താ മാർഗം? ഇന്റെ നാടിനെ പറ്റി പറഞ്ഞു തന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇക്കൊല്ലം മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം 6 കോടി, അടുത്ത കൊല്ലം ഹാട്രിക് അടിക്കും ഞങ്ങൾ. 3ാമത്തെ കൊല്ലം വരെ ഉള്ളൊരു മുന്നോടി. ഇത് നമ്മൾ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കൂടെ ഇഷ്ടം പോലെ സ്വർണം കടത്തുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞ പ്രശ്നമാണ്. എങ്ങനെയൊക്കെയാ കടത്തണം എനിക്ക് പറയാതിരിക്കാനല്ല. ഒരു ദിവസം ഞാനും എന്റെ ഭാര്യയും കൂടി ഒരു 40 കഴിഞ്ഞ് നമ്മളൊരു കുടുംബത്തിലൊരു കുട്ടിക്ക് സ്വർണ്ണം എടുക്കാൻ പോയി. ഒരു ജ്വല്ലറിന്റെ പേര് ഞാൻ പറയണില്ല. സ്വർണ്ണം എടുക്കാൻ പോയി. ഒരു ചെറിയ വള എടുത്തിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. എന്നോട്, നിങ്ങളിത് നോയിക്കായി എങ്ങനെയുണ്ട് ചോദിച്ചു. എനിക്കിത് കണ്ടപ്പോ ഓക്കാനം വരിക, ഛർദിക്കാൻ വരിക സ്വർണം കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ള എടുത്തോളി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി. അപ്പൊ എന്താ, ഓളത് കാണിച്ചപ്പോ എനിക്ക് വലിയ കൊണ്ടുവരുന്നത് ആലോചിച്ച് 5 കിലോ 6 കിലോ ഈ കൊണ്ടുവരുന്ന രംഗം ആലോചിച്ചിട്ട് ലീഗര് എന്നാ ഈ പഹർക്ക് അവിടെ ഒരു ജ്വല്ലറിന്റെ ഷോറൂം തുടങ്ങിയാൽ പോരെ, പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇതിങ്ങനെ കൊണ്ടുവരും തന്നെ. ആരൊക്കെ കൊണ്ടുവരുന്നത്? MK മുനീറിന് ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ ജ്വല്ലറിയാണ് അൽമനാറ ജ്വല്ലറി. ആ ജ്വല്ലറിന്റെ പിന്നെ എന്താ പറയാ, മാനേജിംഗ് ഡയറക്ടർ ഉണ്ട് റഫീഖ് അമാന ജ്വല്ലറി. ആ അമാന ജ്വല്ലറിന്റെ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് 5 തവണ പിടിക്കപ്പെട്ടു. അബുൽ ഐസ് വേറൊരു ഡയറക്ടറാണ്, 7 തവണ പിടിക്കപ്പെട്ടു സ്വർണ്ണക്കടത്തില്. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി, ഞങ്ങളുടെ നാട്ടുകാരനാ, സ്വർണ്ണക്കള്ളക്കടത്തിൽ പിടിക്കപ്പെട്ടു. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, മലപ്പുറം ജില്ലാ സെക്രട്ടറി CH അബ്ദുൽ കരീം പിടിക്കപ്പെട്ടു. എല്ലാ തമ്മാടിത്തരത്തിന് ഇവര് കൂട്ടുക്കല്ലേ. ഒരു വിദ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ജോലിക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ്, ഓർമ്മല്ല നിങ്ങൾക്ക്? എന്താ സർട്ടിഫിക്കറ്റ്? ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജല്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജല്ല, ടീച്ചർ ഡിഗ്രി വ്യാജല്ല, ഒരു സർട്ടിഫിക്കറ്റും വ്യാജല്ല. പിന്നെന്താ ആകെ വ്യാജമായിട്ട് അവർ ഉണ്ടാക്കിയ എന്താ, 6 മാസം ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചു എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലേ? ഈ നാട്ടിലെ ചാനലുകാർ മുഴുവൻ ചർച്ച ചെയ്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളം അല്ലേ, നിങ്ങളെ നാട്ടുകാരനല്ലേ? അയാൾ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്കയറ്റം നേടിയില്ലേ? ഇവിടെ ഒരു ചാനലുകൾക്കും അത് പ്രശ്നമാവില്ല. ചാനലുകാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ നന്നാക്കാൻ നടക്കല്ലേ? ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ അഴിമതി നടത്തുന്ന മുസ്ലിം ലീഗ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എന്താ ചെയ്ത കാര്യങ്ങള്? ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പണം പിരിക്കാൻ ആഹ്വാനം ചെയ്തു. ആ പിരിക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായി നാട്ടിലെ പള്ളികളിൽ മുഴുവൻ വെള്ളിയാഴ്ച പിരിച്ചു. എല്ലാ പള്ളിയിലും ഇഷ്ടംപോലെ പൈസ. കാരണം എന്താ? എല്ലാവരും മനസ്സറിഞ്ഞു കൊടുത്തതാണ് ആ പാവങ്ങളെ സംരക്ഷിക്കാൻ. എന്നിട്ട് എന്താ ചെയ്ത കാര്യങ്ങള്? അവര് ചെയ്ത പണി എന്തറിയോ? ഈ പൈസ ഒക്കെ കുരുക്കൂട്ടിയിട്ട് എസ്റ്റേറ്റ് അല്ല വാങ്ങിയത്, തോട്ടഭൂമി വാങ്ങി. എവിടെന്നറിയോ? മേപ്പാടിയിൽ. കൽപ്പറ്റ പട്ടണത്തിലല്ല, കുറെ ദൂരെ മേപ്പാടിയിൽ പോയി തോട്ടഭൂമി വാങ്ങി. തോട്ടഭൂമിയിൽ വീടുണ്ടാക്കാൻ പറ്റോ? ഇല്ല. എന്നിട്ടും വാങ്ങിയത് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഭൂമി ആരുടേതാ? ഒരു മൊയ്തു എന്ന് പറഞ്ഞ ആളുടേത്. ആരാ മൊയ്തു? മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ അളിയൻ. മനസ്സിലായില്ലേ? പെങ്ങളെ ഭർത്താവിന്റെ ഭൂമി ഈ നാട്ടുകാരെ കായ് വാങ്ങിയിട്ട് തോട്ടഭൂമി വാങ്ങിയിരിക്കണത് വയനാട്ടിലെ പാവപ്പെട്ടവനക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ. ഇവരെ ജയിപ്പിക്കേണ്ടത്. എല്ലാ വികസനത്തിനും എതിർക്കും. അതല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷം. ഞാനിങ്ങനെ ആലോചിക്കും, ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? PD സതീശനെ പോലെ? ഈ ഉസ്മാനെക്കാളും നല്ലതാണ് പണ്ടത്തെ ഉസ്മാൻ എന്നിപ്പോ നമുക്ക് തോന്നണില്ലേ? ഉസ്മാൻ ഓർമ്മയില്ല ഞങ്ങൾക്ക്? കോവിഡിന്റെ കാലത്ത് ഹലോ ഉസ്മാൻ, ആര്? രമേശ് ചെന്നിത്തല ഓർമ്മയില്ല ഞങ്ങൾക്ക്?
ഇപ്പോഴാണ് ഈ പഹയനേക്കാളും നല്ലതായിരുന്നു ആ പഹയൻ എന്ന് തോന്നുന്നത്. പണ്ടൊരു കടത്തുകാരന്റെ കഥ കേട്ടിട്ടുണ്ട്. ആ കടത്തുകാരന്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലൊരു കടത്തുകാരനുണ്ടായിരുന്നു. തോണിയിൽ ആൾക്കാരെ ഇക്കരന്ന് അക്കരമലായി കൊടുക്കും. പക്ഷെ എങ്ങനെ തോണി കരക്കടുപ്പിക്കാന്ന് വിചാരിച്ചാലും മൂപ്പര് കരക്കടുപ്പിക്കില്ല. ആൾക്കാരെ മുട്ടിന് വെള്ളത്തിന് ഇറക്കി വിടും. അപ്പൊ ചോദിക്കാൻ എനിക്കൊന്ന് അടുപ്പിച്ചൂടെ, ഇവിടെ വേണമെങ്കിൽ ഇറങ്ങിക്കോന്ന് പറയും. അങ്ങനെ ഇറങ്ങി പോയി ആളുകൾ പറയും, ഈ പഹയനെ കൊണ്ട് തോറ്റി, എന്തൊരു പഹയന, ഒന്ന് അടുപ്പിച്ചൂടെ. അങ്ങനെ ഇയാൾക്ക് വയസ്സായി, ഏകദേശം മരിക്കാനായ സമയത്ത് മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അച്ഛനെ പറ്റി നല്ലത് പറയിക്കണം. ഇയാൾ മരിച്ചു. ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെ അച്ഛനെ പറ്റി നല്ലത് പറയിക്കും? ഈ അച്ഛനെ പറ്റി ആൾക്കാരെ മുഴുവൻ കരക്കടുപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയാ, ആ പഹയൻ മരിച്ചനല്ലത്, ഈ ചെക്കൻ നല്ല ചെക്കനാന്ന് പറയും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ആൾക്കാരെ മുട്ടിന് വെള്ളത്തിന് ഇറക്കി വിടുന്നതിന് പകരം അരക്ക് വെള്ളത്തിന് ഇറക്കി വിടാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി, ഈ പഹയനേക്കാളും നല്ലവനായിരുന്നു ഇപ്പൊ എന്റെ അച്ഛൻ. മനസ്സിലായില്ല നിങ്ങള്? അതേ അവസ്ഥയാണ് ഇപ്പോ. എന്ത്, ആർക്ക്? പ്രതിപക്ഷ നേതാവിന്. ഇപ്പൊ VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോഴാണ് ഇതിനേക്കാളും എന്തായാലും നല്ലതായിരുന്നു ചെന്നിത്തലായിരുന്നു തോന്നുന്നു. അല്ലെ, എല്ലാറ്റിനും എതിർക്കുക. തുരങ്കപാത നടക്കൂല, ലൈഫ് ഭവന പദ്ധതി 4,71,000 കുടുംബങ്ങൾക്ക് വീട് യാഥാർത്ഥ്യമാക്കി. 85,000 കുടുംബങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോകുന്നു. 5 ലക്ഷം വീട് കൊടുക്കുന്നു പറഞ്ഞിട്ട് 5,50,000-ലധികം വീടുകൾ കൊടുത്ത ഒരു സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി ഞങ്ങൾ പിരിച്ചുവിടും. എല്ലാം പിരിച്ചുവിടും. ഇയാളെയാണോ പ്രതിപക്ഷ നേതാവ്? ഇവരെയാണോ ഭരണം ഏൽപ്പിക്കേണ്ടത്? ഇവർക്ക് ആകെ എന്താ പറയാ, ഹാലളുകിയിരിക്കുകയാണ്. 2021 ഭരണം കിട്ടുമെന്ന് വിചാരിച്ച് നടന്നില്ല. ഇപ്പൊ ഭരണം കിട്ടണം. അതിനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് BJPയെ കൂട്ടുപിടിക്കുകയാണ്, മറുഭാഗത്ത് ഈ കേരളത്തിലും ഇന്ത്യയിലും തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂട്ടുപിടിക്കുകയാണ്. തീവ്രവാദത്തിന്റെ വിത്ത് കാണുമ്പോൾ സുന്ദരമായി സംസാരിക്കും. ആരാണ് ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വിത്ത് പാകിയത്? അയാളുടെ പേരാണ് അബുൽ ആല മൗദൂദി. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അതാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയാണ്. മുസ്ലിം പേരൊക്കെ കേട്ടാൽ നല്ല പേരാണ്. മുസ്ലിം തീവ്രവാദികളുടെ എല്ലാ പേര് കേട്ടാലും നല്ല രസമുള്ള പേരാണ്. ലഷ്കർ-ഇ തൊയ്ബ, ആഹാ, മക്കൾക്ക് പേരിടാൻ തോന്നുന്നു. ജയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, അൽ ഉമ്മ, വൽ ബാപ്പ, സിമി, ക്രിമി, വാൽമാക്രി. ഇനി ഇല്ലാത്ത സാധനം ഉണ്ടോ? ആ കൂട്ടത്തിൽ ഒടുക്കത്തെ സാധനം അത്. ഈ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ആശയങ്ങൾ പിൻപറ്റുന്ന തീവ്രവാദ സംഘടനയായിട്ടുള്ള SDPI പാമ്പ് ഒറിജിനമാതിരിയാണ്. ഇടക്കിടക്ക് പേര് മാറ്റും. ആദ്യത്തെ പേര് NDF, പിന്നത്തെ പേര് പോപ്പുലർ ഫ്രണ്ട്, ഇപ്പത്തെ പേര് സുഡാപ്പി. ഇനി അടുത്ത പേര് വേറെ മാറും. നിങ്ങൾ കണ്ടില്ലേ? BJP ഇവരല്ല ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രഹസ്യമായി BJPയുടെ കേന്ദ്രത്തിൽ പോയി വെൽഫെയർ പാർട്ടിക്കാരൻ ചർച്ച നടത്താണ്. ആരെ തോൽപ്പിക്കാൻ? കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ. ആരാ കമ്മ്യൂണിസ്റ്റുകാർ? വോട്ട് നോക്കാതെ, എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കാതെ RSSനെയും BJPയെയും ചെറിയ പാർട്ടിയാണെങ്കിലും ചങ്കൂറ്റത്തോടു കൂടി നേരിടുന്ന പ്രസ്ഥാനം അല്ലേ? നമ്മളല്ലാതെ വേറെ ആരുണ്ട്? ഉത്തരേന്ത്യയിൽ നമുക്ക് എത്ര ആളുള്ളത്? എത്ര വോട്ട് കിട്ടണം? വോട്ട് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല. ഉത്തർപ്രദേശിലും ഡൽഹിയിലും മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് നിരത്തിയായിരുന്നു അല്ലേ? അവിടെ സോണിയാഗാന്ധി അവിടെ ഇരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ അതേ മൂക്ക്, അതേ കണ്ണ്. പ്രിയങ്ക ഗാന്ധി അവിടെ ഇല്ലേ? രാഹുൽ ഗാന്ധി അവിടെ ഇല്ലേ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവിടെ ഇല്ലേ? ഈ പാവങ്ങളുടെ വീടുകൾ തകർക്കുമ്പോ എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കിയല്ല, ആ ബുൾഡോസറിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ഒരു സ്ത്രീയുടെ പേരുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ ആ സ്ത്രീയുടെ പേര് വൃന്ദ കാരാട്ട് എന്നാണ്. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. RSSനെ തന്റെ അടുത്തോടു കൂടി നേരിടാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് അല്ലേ? നമ്മളല്ലേ? ഗുജറാത്ത് കലാപത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി ബിൽക്കിസ് ബാനു കേസിൽ 11 പ്രതികളെ ജീവപര്യന്തം സൃഷ്ടിച്ചു. എല്ലാവരെയും ഗുജറാത്ത് ഗവൺമെന്റ് നല്ല നടപ്പെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു. പിന്നെ സുപ്രീം കോടതി പോയി ആ 11 പേരെയും ജയിലിലേക്ക് അടച്ചു. ആ ജയിലിലേക്ക് അടക്കുന്നതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ പേര് സോണിയാഗാന്ധി എന്നല്ല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെന്നല്ല, രാഹുൽ ഗാന്ധി എന്നല്ല. പിന്നെ ആരാ? അവരുടെ പേര് 75 വയസ്സ് കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയുടെ പേരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ പേര് സുഭാഷിണി അലി എന്നാണ്. മനസ്സിലായി? ഞങ്ങള് RSSനെയും BJPയെയും ഒരുപോലെ എതിർത്ത്, വെൽഫെയർ പാർട്ടിയെയും SDPയെയും ഒരുപോലെ എതിർത്ത്, ഈ രാജ്യത്തെ വർഗീയതക്കെതിരായി പോരാട്ടം നടത്തി.
മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. 5 ധീരന്മാർ മരിച്ചു വീണു. നേരത്തെ അവിടെ സൂചിപ്പിച്ചു സഖാവ് പുഷ്പൻ 30 കൊല്ലക്കാലമാണ് കട്ടിലിൽ കിടന്ന്, കട്ടിലിൽ അനങ്ങാതെ കിടക്കുമ്പോഴും ഒരിക്കൽ പോലും വിഷമിച്ചിട്ടില്ല. അങ്ങനെ 100 കണക്കിന് പുഷ്പന്മാർ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നത്. ഒറ്റപ്പാലത്തെ സഖാവ് പ്രദീപേട്ടനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒറ്റപ്പാലത്തെ സഖാവ് പ്രദീപേട്ടന്റെ പ്രത്യേകത, പ്രദീപേട്ടൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, നല്ലൊരു വിശ്വാസിയുമായിരുന്നു. നല്ല വിശ്വാസി. എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ പോവും. എല്ലാ കൊല്ലവും ശബരിമലയിൽ പോവും. എല്ലാ കൊല്ലവും ശബരിമലയിൽ പോകുന്ന, എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന പ്രദീപേട്ടൻ അവസാനം ഗുരുതരമായ ഒരു അസുഖം വന്നു. ആ ഗുരുതരമായ അസുഖം വന്ന് മരണത്തെ മുഖാമുഖം കണ്ടപ്പോ പ്രദീപേട്ടൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു കത്തെഴുതി ഈ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചാൽ നിങ്ങൾ ഈ പെട്ടി തുറന്ന് കത്ത് വായിക്കണം. താമസിയാതെ പ്രദീപേട്ടൻ മരിച്ചു. പ്രദീപേട്ടൻ മരിച്ചപ്പോ ആ പെട്ടി തുറന്നു. പെട്ടി തുറന്നിട്ട് മക്കൾ കത്ത് വായിച്ചു. ആ കത്തിൽ പ്രദീപേട്ടൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഈ പെട്ടിയിൽ അച്ഛൻ ഒരു ചെങ്കൊടി സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചാൽ ഈ ചെങ്കൊടി നിങ്ങൾ പതിപ്പിക്കണം. ഭൗതിക ശരീരത്തിൽ ചെങ്കൊടി പതിപ്പിക്കണം. അച്ഛൻ മരിച്ചാൽ ഈ ചെങ്കൊടി പതിപ്പിക്കണം. അഥവാ പാർട്ടി ഓഫീസിൽ നിന്ന് സഖാക്കൾ ചെങ്കൊടിയുമായി വരാനുണ്ടെങ്കിൽ, അച്ഛൻ ഇപ്പോൾ പാർട്ടി മെമ്പർ അല്ല എങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് ചെങ്കൊടിയുമായി സഖാക്കൾ വരാനുണ്ടെങ്കിൽ നിങ്ങളല്ല പതിപ്പിക്കേണ്ടത്, സഖാക്കൾ പതിപ്പിക്കും. ഈ ചെങ്കൊടി സഖാക്കൾ പതിപ്പിക്കും. അച്ഛന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുമ്പോ നിങ്ങൾ ഈ ചെങ്കൊടി മടക്കി ഭദ്രമായി പെട്ടിയിൽ തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോ, ഇനി മുന്നിലേക്ക് നടക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോ, പ്രതിസന്ധിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോ, നിങ്ങൾ ഈ ചെങ്കൊടി നെഞ്ചോട് ചേർക്കണം. ആ ചെങ്കൊടിയിൽ നിങ്ങളുടെ അച്ഛനുണ്ട് എന്ന് പ്രഖ്യാപിച്ച് മരിച്ചുപോയ ആയിരക്കണക്കിന് പ്രദീപേട്ടന്മാരുടെ പ്രസ്ഥാനമാണ് ചെങ്കൊടി പ്രസ്ഥാനവും നക്ഷത്രാങ്കിത ശുഭ്രപതാകയുടെ പ്രസ്ഥാനവും. ജനങ്ങളുടെ മനസ്സിലാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് ഒരുപാട് എന്താ പറയാ, ചാനലുകളൊക്കെ ഉപയോഗിച്ച്, മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലാണ്. എങ്ങനെയും ഈ പ്രസ്ഥാനത്തെ തകർക്കണമെന്ന് ചിന്തിക്കുന്ന കാലാണ്. ആ ചിന്തിക്കുന്ന കാലത്ത് 1000 നാവുള്ള അനന്തന്മാരായി കുത്തുപറമ്പ് രക്തസാക്ഷികളുടെ അനുസ്മരണം നമ്മൾ ഇവിടെ ആചരിക്കുമ്പോ ഈ പ്രസ്ഥാനത്തെ നമ്മളുടെയൊക്കെ നെഞ്ചിലേറ്റി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പൊരുതുന്ന 1000 നാവുള്ള അനന്തന്മാരായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പടപൊരുതാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറണം. കഴിഞ്ഞ 9.5 കൊല്ലക്കാലം കേരളം കണ്ട സമാനതകളില്ലാത്ത വികസനത്തിന് ഒരു തുടർച്ച വേണം. കഴിഞ്ഞ കുറച്ചു കാലമായി എന്താ പറയുക, ഈ കൊപ്പം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കണില്ല. എങ്ങനെയാണ് കൊപ്പം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയപ്പോൾ അത് തകർത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. RSSകാരെ വിലക്കെടുത്താണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് പഞ്ചായത്ത് ഭരണസമിതിയെ ഇവിടെ താഴെ ഇറക്കിയത്. BJPയുമായി കൂട്ടുകൂടാൻ ഇവർക്ക് യാതൊരുവിധ മടിയില്ല എന്നുള്ളതിന്റെ തെളിവ് വേറെ എവിടേക്കും പോകണ്ടങ്ങള് ഈ കൊപ്പത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ RSSന്റെയും BJPയുടെയും കൂട്ടിൽ പ്രതിഷേധിച്ച് ഒരു കോൺഗ്രസ് അംഗം ഒരു കോൺഗ്രസ് അംഗം ഞാനില്ല നിങ്ങളുടെ കൂടെ, ഈ വർഗീയവാദികളുടെ കൂടെ നിൽക്കാൻ ഞാനില്ല എന്ന് പ്രഖ്യാപിച്ച് തിരിച്ചു വന്നപ്പോഴാണ് ഈ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി വീണ്ടും വന്നത്. ആ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത പഞ്ചായത്ത്, പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കൊടുത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് വീട് കൊടുത്ത. അതുപോലെ കൊപ്പം പഞ്ചായത്തിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ മത്സരിക്കുന്ന ചെറുപ്പക്കാരാണ് ഇവർ. എല്ലാവരും ചുറുചുറുക്കുള്ളവരാണ്. ഇവരെ പോലുള്ളവരാണ് ജയിച്ചു കയറേണ്ടത്. ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ അതുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റണം. ഈ ചെറുപ്പക്കാർക്കാകെ പ്രവർത്തകരായി, ഊർജ്ജസ്വലരായ പ്രവർത്തകരായി നിങ്ങൾ പ്രവർത്തിച്ച് ഇവരെല്ലാം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും സുഹൃത്തുക്കളും ഈ കാലഘട്ടത്തിന്റെ കടമ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഈ കൊപ്പം അങ്ങാടിയിൽ കൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൽ നിങ്ങളെ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യം.